ഒരു ഇരുമ്പ് ചീനിച്ചട്ടി ഒറ്റ ദിവസം കൊണ്ട് ഈ സീസൺ ചെയ്തെടുക്കുന്നതെന്ന് കാണിക്കാം. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ഇരുമ്പ് ചീനിച്ചട്ടി വാങ്ങിക്കണമെന്ന്. പക്ഷേ എങ്കിൽ അതിൻ്റെ വില കൊണ്ടൊന്നും അല്ല, ഇതിനിപ്പം 520 രൂപയേ ആയിട്ടുള്ളൂ. വിലയല്ല, ഇത് സീസൺ ചെയ്തെടുക്കുന്നതും പിന്നീട് അതിൻ്റെ കെയറിങ്ങും ഒക്കെ ഇങ്ങനെ എല്ലാവരും പറഞ്ഞ് കേട്ട് നമുക്കപ്പോൾ ഒരു മടി, അയ്യോ പിന്നെ ഇത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ തുരുമ്പ് പിടിക്കുമോ അങ്ങനെയൊക്കെ. ഇതിപ്പോൾ ഞാൻ സീസൺ ചെയ്തിട്ടിപ്പോൾ 1 മാസം, ഇതിപ്പം 3-4 ദിവസം മുന്നേ ഞാൻ ഉപയോഗിച്ചത്. ഇതിനകത്ത് ഞാൻ എണ്ണയൊന്നും പുരട്ടി വെക്കത്തില്ല, കണ്ടോ, എങ്ങും ഒരു തുരുമ്പും ഒന്നുമില്ല. അപ്പോൾ ആദ്യമേന്ന് അതെങ്ങനെ ചെയ്യുന്നതെന്ന് പറയാം. ആദ്യം നമ്മൾ ചീനിച്ചട്ടി കടയിൽ നിന്ന് മേടിച്ച് കൊണ്ടുവന്ന് കഴിയുന്ന ഉടനെ നല്ലപോലെ ഒന്ന് തേച്ച് കഴുകിയെടുത്തിട്ട് അത് കൊണ്ടുവന്ന് അടുപ്പേ വെച്ച് ചൂടാകുമ്പോൾ അതിനകത്ത് ഇച്ചിരി എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ചേച്ച് ആ എണ്ണ അതിനകത്തൊരു സവാള ഉള്ളി മുറിച്ചിട്ടിട്ട് എല്ലായിടും ഒന്ന് തൂത്ത് പിടിപ്പിക്കണം, ഇങ്ങനെ എല്ലാ ഭാഗത്തും. അതിൻ്റെ വീഡിയോ ഉണ്ട്, അതിന് മുന്നേ ഞാനൊന്ന് പറയുക. അപ്പോൾ അത് തൂത്ത് പിടിപ്പിച്ചിട്ട് ആ ഉള്ളി മാറ്റി വയ്ക്കണം. അപ്പം പിന്നെ ഒരു 2-3 മിനിറ്റ് ചീനിച്ചട്ടി നമ്മൾ നല്ലോണം ചൂടായി കഴിയുന്നുണ്ടേ സ്റ്റൗ ഓഫ് ചെയ്തേക്കണം. പിന്നെ അത് തണുത്ത് കഴിയുമ്പം കഴുകിയെടുക്കണം, നല്ല വൃത്തിക്ക് ഒന്നുകൂടെ കഴുകി കൊണ്ടുവന്നിട്ട് വീണ്ടും അത് കൊണ്ടുവന്ന് ഒരു ടവൽ തുണി എന്തെങ്കിലും വെച്ച് തുടച്ചേച്ച് അടുപ്പേ വെച്ച് ചൂടാക്കി അതിനകത്ത് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് ആ എണ്ണ ഒരു സ്പൂൺ കൊണ്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തേച്ച് അത് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കിന് ആ മുറിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് ഇതിനകത്ത് നല്ലോണം അങ്ങ് വറുത്ത് കരിച്ച് ഇഞ്ഞെടുക്കണം. അതിൻ്റെ എല്ലാ ഭാഗത്തും ഒക്കെ ഒന്ന് പിടിപ്പിക്കണം. അതിൻ്റെ വറുത്ത് കോരി കഴിയുന്നുണ്ടെങ്കിൽ പിന്നെ സ്റ്റൗ ഓഫ് ചെയ്തിട്ടേച്ച് ചീനിച്ചട്ടി തണുക്കുമ്പം കഴുകിയെടുത്തേച്ച് പിന്നെ അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരു ടിഷ്യൂ പേപ്പറോ ചകിരിക്കൊറ്റോ എന്തെങ്കിലും വെച്ച് എല്ലായിടത്തും ഇച്ചിരി എണ്ണയും തേച്ച് പിടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്ന് മുതൽ ഉപയോഗിക്കാം. ഞാൻ അന്ന് മുതൽ ഉപയോഗിക്കുന്ന ഇതിനകത്ത് വേണ്ട ഒരു ഇതൊന്നുമില്ല, കണ്ടോ. അപ്പോൾ അത് നമ്മൾ എണ്ണ ചൂടാക്കി ഉള്ളി വറുത്ത് കഴിയുമ്പോഴത്തേന് ഈ നടു സൈഡിൽ കുറച്ച് പാട് പോലൊക്കെ വരും, ഇതിനെക്കാട്ടിലുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് ശരിയായിക്കോളൂ. അപ്പോൾ ഇനിയും വീഡിയോ കണ്ടു നോക്കേ.